ഗൈസ് വെൽക്കം. കഴിഞ്ഞ ദിവസം നമ്മൾ നിഫ്റ്റിയെക്കുറിച്ചൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിഫ്റ്റി ബുള്ളിഷാണ്. പക്ഷേ ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രീവിയസ് ഡേ അനാലിസിസ് ചെയ്യുന്നതിനേക്കാളും കറണ്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ലൈവ് അനാലിസിസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ഈ ഒരു കറണ്ട് സെനാരിയോയിൽ നിന്നുള്ളൊരു കാര്യം. കാരണം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഗ്യാപ്പ് അപ്സും ഗ്യാപ്പ് ഡൗൺസും എല്ലാ ദിവസവും ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളൊരു പ്ലാനുമായിട്ട് മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് അതേപടി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇന്നത്തെ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം, ഞാൻ എപ്പോഴും നമ്മളുടെ വീഡിയോസിൽ പറയുന്നൊരു കാര്യം, നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം, നമ്മൾ പ്രൈസ് ആക്ഷൻ മൂവ്സിനെ കുറിച്ച് പറയാറുണ്ട്. പ്രൈസ് ആക്ഷൻ മൂവ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ മാർക്കറ്റ് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനായി പോകുന്നതിന് പകരം ഈ ഒരു ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊരു പ്രൈസ് ആക്ഷൻ മൂവ് നമുക്ക് പറയാം. ഈ ഒരു പ്രീവിയസ് ഹയർ ഹൈ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹയർ ഹൈ ഉണ്ടാക്കി മുകളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കൊരു മാർക്കറ്റ് താഴേക്ക് പോവുക എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ മാർക്കറ്റ് ഈ രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. പല വീഡിയോസിലും ഞാനിത് റിപ്പീറ്റഡായിട്ട് പറയുന്നത്, ഈ ഒരു സിമ്പിൾ മൂവ്മെൻറ്റ്, ഇത് വലിയൊരു ഹിഡൻ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഒരു മാർക്കറ്റിൽ. ബട്ട് ഈ ഒരു സിമ്പിൾ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ, അത് ആ ക്രിയേറ്റഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്കത് ലൈവ് മാർക്കറ്റിൽ ഇതിങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി സിമ്പിൾ മൂവിൽ നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുറച്ച് ട്രേഡ്സ് അനാലിസിസ് ഡെയിലി ചെയ്യാറുണ്ട്. അതേ സമയത്ത് ആ ട്രേഡ്സ് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ പല സമയത്തും നിങ്ങൾക്ക് ഈ ഒരു മൂവ്മെൻറ്റ് കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 1500 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങാൻ നമ്മൾ പറയുന്നു. ബട്ട് ആ സ്റ്റോക്ക് ആക്ച്വലി ഓപ്പൺ ആവുന്നത് 1550 വിചാരിച്ചോളൂ. ഡെഫിനറ്റ്ലി നമ്മളുടെ പ്രൈസിൽ നിന്ന് വളരെ ദൂരെയാണ്. പക്ഷേ അതിനുശേഷം മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് വരുന്നു. പിന്നെ ഇവിടെ നിന്നൊരു റേഞ്ച് മൂവ്മെൻറ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാർക്കറ്റ് ഇതുപോലെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു പ്രൈസ് ആക്ഷനിൽ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതേസമയത്ത് രണ്ടാമത്തെ പ്രൈസ് ആക്ഷനിലെങ്കിലും നമുക്കത് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ അനാലിസിസ് ഡേയ്സിൽ നമ്മൾ പറയുന്ന ഡയറക്ഷൻ മിക്ക ദിവസം ശരിയായിരിക്കും. പക്ഷേ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ കൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റാതെ വരാറുണ്ട്. ഇതിന് ആക്ച്വലി ഒരുപാട് ഡെപ്തിലേക്ക് പറയാനുണ്ട്. ഇതുപോലെ നമ്മൾ ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് അനാലിസിസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. നിഫ്റ്റിയിൽ നിങ്ങൾക്ക് കാണാം, മാർക്കറ്റ് മോർണിംഗ് മുതൽ ഇതൊരു കംപ്ലീറ്റ്ലി റേഞ്ചിനുള്ളിലായിരുന്നു. ഈ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ചൊരു മൂവ്മെൻ്റ് ഇല്ല. കാരണം കുറച്ച് മുകളിലേക്ക് വന്നു, താഴേക്ക് വന്നു, ഒരു ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് മൂവ് ആണ്. അപ്പോൾ നിങ്ങൾ ഓരോരോ സിംഗിൾ ക്യാൻഡിൽ നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാവും, ഇത് ഒരു സ്ഥലത്തോട്ട് ഒരു സിഗ്നിഫിക്കൻറ്റ് ബ്രേക്ക് കൊടുത്തിട്ടില്ല. ഒരു സ്ഥലത്ത് നിന്ന് ബ്രേക്ക് കൊടുക്കും തോന്നി, വീണ്ടും റീട്രേസ്മെൻറ്റ് പറ്റി. എഗെയിൻ ഒരു ബ്രേക്ക് കൊടുക്കും തോന്നി, ഒരു റീട്രേസ്മെൻറ്റ്, നെക്സ്റ്റ് റീട്രേസ്മെൻറ്റ്. ഈ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പക്ഷേ ഈ ഒരു ഏരിയയിലെത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ഈ പറയുന്നതിൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ്. ഇവിടെ നിങ്ങൾ ആരായാലും മാർക്കറ്റിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ ഒരു മൂവ്മെൻറ്റ് പലർക്കും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രേഡ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ എല്ലാവർക്കും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇത് സ്റ്റിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ട്രേഡ് ചിലപ്പം ഇവിടുന്ന് വീണ്ടും അത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, റൈറ്റ്? പക്ഷേ എഗെയിൻ അത് നെക്സ്റ്റ് ടൈം ഇതേ ഒരു മൂവ്മെൻറ്റ് ഇവിടെ വീണ്ടും ആക്കുവാണ്. മാത്രമല്ല ഇത് വളരെ ക്ലീനാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു മൂവ്മെൻറ്റ്സിൻ്റെ മുകൾ ഭാഗത്ത്, ക്യാൻഡിൽസിൻ്റെ മുകൾ ഭാഗത്ത് ടെയിൽസ് ഉണ്ട്, അടിഭാഗത്ത് അധികം ടെയിൽസ് ഇല്ല. ദാറ്റ് മീൻസ് സെല്ലിംഗ് പ്രഷർ ഇവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണ്, ഇവിടെയും ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള മൂവ്സ് വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് 2 പ്രാവശ്യം ആലോചിക്കേണ്ടി വരരുത്. ഇതുപോലെ വലിയൊരു മൂവ്, 200 പോയിൻറ്റിൻ്റെ മൂവ് പെട്ടെന്ന് കിട്ടി എന്ന് വരില്ല എല്ലാ സമയത്തും. ബട്ട് ഇതുപോലത്തെ മൂവ്സാണ് നമ്മൾക്ക് ആക്ച്വലി ഒരു ലൈവ് മാർക്കറ്റിൽ നമ്മൾ മിസ് ചെയ്യാതിരിക്കേണ്ട മൂവ്സ്. ഈ ഒരു സിമ്പിൾ അനാലിസിസ്, ഈ ഒരു സിമ്പിൾ കാര്യം നിങ്ങൾക്ക് വേറെ പല സ്റ്റോക്സിൽ നോക്കിയാലും മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഗൈസ്, ലേണിംഗ് ആണ് പ്രധാനം. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും കുറച്ച് പൈസയാക്കി, ഇപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ചിലത് ഇന്നിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് പുട്ടൊക്കെ വാങ്ങിയ ആൾക്കാർക്ക് കുറച്ച് പൈസയായിട്ടുണ്ടാവും. പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ല, അതൊന്നും ഒരിക്കലും സസ്റ്റെയിൻ ആവാൻ പോകുന്നില്ല. അതേസമയത്ത് ഇതുപോലുള്ള അനാലിസിസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഗൈസ്, അതുപോലെ ഫയേഴ്സിൻ്റെ മൊബൈൽ ആപ്പിൽ അലേർട്സ് ഫീച്ചർ ഇപ്പം പുതിയതായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. എല്ലാ സ്റ്റോക്സിലും നമുക്ക് ഇഷ്ടമുള്ള ലെവൽ ക്രോസ് ചെയ്യുന്നതും അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കാരണം ആ ഒരു ലെവൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ഞാൻ ഉപയോഗിക്കുന്ന വേറെ മൊബൈൽ ആപ്പിലൊന്നും ഞാൻ ഈ ഒരു ഫീച്ചർ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ബ്രോക്കറിന് ഈ ഒരു ഫീച്ചർ ഓൾറെഡി അവൈലബിൾ ആണെങ്കിൽ, അതായത് ഈ ഒരു രീതിയിൽ ഫ്രീ ആയിട്ട് മൊബൈൽ ആപ്പിൽ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഫീച്ചർ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ നിങ്ങൾ ഫയേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തവരാണെങ്കിൽ
നിങ്ങൾക്ക് ഐദർ ഡയറക്റ്റ്ലി ഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ കൂടെ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ നാളത്തെ മൂവിനെ കുറിച്ചൊരു ജസ്റ്റ് ഒരു കമൻറ്റ് പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. നാളെ ഈ ഒരു കണ്ടീഷനിൽ നിഫ്റ്റി ഏത് സൈഡിലേക്ക് മൂവ് ചെയ്യും, ഒരു സൈഡ് വേസ് മൂവ് ഉണ്ടാവുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ആവാൻ വെയിറ്റ് ചെയ്യുക. ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റിൻ്റെ മൂവ് എങ്ങോട്ടാണെന്ന് നിങ്ങളൊരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോ അല്ലെങ്കിൽ 15 മിനിറ്റിൻ്റെ ക്യാൻഡിലോ വാച്ച് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോഴ്സ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ട്രേഡ്സ്. ഓപ്പർച്യൂണിറ്റി വരും, അതിനുവേണ്ടി ചിലപ്പോൾ ഇതുപോലെ ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ പ്രൈസ് ആക്ഷൻ മൂവ്സ്, ഇതുപോലെയുള്ള പ്രൈസ് ആക്ഷൻ മൂവ്സ് കാണുമ്പോൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. അല്ലാതെ ഈ കണ്ടീഷനിൽ, ഇന്നത്തെ കണ്ടീഷനിൽ നാളെ മാർക്കറ്റ് താഴേക്കായിരിക്കും മുകളിലേക്കായിരിക്കും നമുക്ക് പറയാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് റിസൾട്ട്, ക്വാർട്ടർലി റിസൾട്ട്സ് ഒക്കെ ഡെയിലി വരുന്നുണ്ട്. ആ സ്റ്റോക്സിൻ്റെ പെർഫോമൻസും നമ്മളുടെ ഇൻഡെക്സിനെയും മൊത്തത്തിൽ നമ്മളുടെ മാർക്കറ്റിനെയും ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഗൈസ്, നാളത്തെ സ്റ്റോക്ക് പിക്സിൽ ആദ്യത്തേത് HDFC ആണ്. ഇൻഫാക്റ്റ് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇന്നത്തെ അനാലിസിസ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. കാരണം എല്ലാ സ്റ്റോക്കും ഇന്ന് റീട്രേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് പോസിറ്റീവായ സ്റ്റോക്കും നെഗറ്റീവായ സ്റ്റോക്കും ഒക്കെ ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു മൂവ് എന്ന് പറയുന്നത്, ആ ടോട്ടൽ ഒരു മാർക്കറ്റിൻ്റെ ഒരു സെൽ ഓഫ് എന്ന് പറയുന്നതിൽ അഫക്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റോക്ക് HDFCയിൽ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇത് ഒരു മുകളിലേക്കുള്ള മൂവ് ആയിരുന്നു. അപ്പോൾ ഇന്നൊരു സൈഡ് വേസ് മൂവാണ്, നെഗറ്റീവ് ക്യാൻഡിലാണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്കൊരു ക്ലിയർ ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ ഈ ഒരു മൂവ് ഇവിടുന്ന് താഴേക്ക് വരുന്നു, നമുക്കൊരു പ്രൈസ് ആക്ഷൻ, ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ കിട്ടാനുള്ളൊരു സാധ്യത ഈ ഒരു സ്റ്റോക്കിലുണ്ട്. അതിൻ്റെ 15 മിനിറ്റ് ക്യാൻഡിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് കാണാം സ്റ്റോക്ക് ഒരു ചെറിയൊരു അപ് ട്രെൻഡ് കൊടുത്ത് ഒന്ന് സൈഡ് വേസിലേക്ക് പോയിട്ടാണുള്ളത്. ഇന്നത്തെ മൂവ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് മൂവ് ആയിരുന്നു. പക്ഷേ ആ ഒരു നെഗറ്റീവ് മൂവ് സ്റ്റിൽ നമ്മളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലിൻ്റെ മുകളിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഞാൻ ഒരു അപ്പ് മൂവ് ഉണ്ടാകുന്നുള്ളത് ബെറ്റ് ചെയ്യുന്നത്. ഈ ഒരു ലെവൽ അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ നിന്നാണ് നമ്മളുടെ ഒരു ലാസ്റ്റ് ഒരു ഹയർ ലോ ഉണ്ടായിട്ടുള്ളത്. അത് ഇതുവരെയും ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു മൂവ്മെൻറ്റ് മുകളിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതാണ് ഇതിലെ സിമ്പിളായിട്ടുള്ള ലോജിക്. നെക്സ്റ്റ് നമ്മളുടെ സ്റ്റോക്ക് ACC. ഈ ഒരു സമയം മുതൽ നല്ലൊരു മൂവ്മെൻറ്റാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ബിഗ് മൂവിന് ശേഷം നോർമലി നമുക്ക് കാണാൻ പറ്റും, വലിയ ബിഗ് മൂവ്സ് എവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രീവിയസ് ഹിസ്റ്ററിയിൽ നോക്കാം, മനസ്സിലാക്കാൻ പറ്റും. ഓൾമോസ്റ്റ് ഓൾ ബിഗ് മൂവ്സിന് ശേഷം മാർക്കറ്റ് ഒന്ന് സൈഡ് വേസ് പോവുക, അല്ലെങ്കിൽ ചെറിയൊരു സൈഡ് നെഗറ്റീവ് പോസിറ്റീവ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ ഉണ്ടാവാറ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെയും കാണാം, ഇവിടെയും കാണാം. അപ്പോൾ നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു മൂവിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ആ ഒരു കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു പ്രോഫിറ്റിൽ ഈ ഒരു ലെവൽ വരെയെങ്കിലും നമുക്കൊരു ക്വിക്ക് മൂവ് എക്സ്പെക്റ്റ് ചെയ്യാം. ആ ഒരു ബേസിസിലാണ് നമ്മളിതിൽ ട്രേഡ് എടുക്കുന്നത്. 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ നല്ലൊരു സെൽ ഓഫ്, പിന്നെ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ, സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു ബെറ്റും കൂടി ഇതിലെടുക്കുന്നുണ്ട്. ലെവൽസ് ഞാൻ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ട്രേഡ് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ഇപ്പം പഠിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് തന്നെയായിരിക്കും ഇത് എഫക്റ്റീവായിട്ട് വരിക. നെക്സ്റ്റ് നമ്മുടെ സ്റ്റോക്ക് കോട്ടക്. ഓൾമോസ്റ്റ് സിമിലർ ലോജിക്കാണ്. ഇവിടെ നമ്മളൊരു പ്രൈസ് ആക്ഷൻ മൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഈ ഒരു ഇത്രയും വലിയൊരു ലോങ് ഡൗൺ മൂവിന് ശേഷം ഒരു ചെറിയ അപ്പ് മൂവ്, വീണ്ടും ഒരു ഡൗൺ മൂവ്, സൈഡ് വേസ് പോയിക്കൂടെയെന്ന് നിങ്ങൾക്ക് തോന്നാം. ചാൻസ് ഉണ്ട്, സൈഡ് വേസ് പോകാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഒരു സ്റ്റോക്ക് ഓരോ സമയത്തും എല്ലാ ചാൻസും ഉണ്ട്. നമ്മളതിലൊരു കൂടുതൽ പ്രോബബിലിറ്റി നമുക്ക് തോന്നുന്ന ഒരു ചാൻസിൽ ബെറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ബെറ്റ് വർക്കാവില്ല എന്നുള്ളത് നമുക്ക് നാളെ കണ്ടറിയാം. ഈ ഒരു ലെവലിൽ നിന്ന് താഴേക്ക് വരുവാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവൽ വരെയെങ്കിലും ഒരു ചെറിയ മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. 15 മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ നമുക്ക് നോക്കാം. ഈ സെൽ ഓഫ് ആക്ച്വലി വെരി ബിഗ് സെൽ ഓഫ് ആയിരുന്നു. ദാറ്റ് മീൻസ് ഇവിടുന്ന് പെട്ടെന്നൊരു ബൈങ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ടോട്ടലി റിവേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. സോ വി വിൽ വെയിറ്റ് ഫോർ എ കൺഫർമേഷൻ. അതിനുശേഷം നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കാം. നെക്സ്റ്റ് നമ്മുടെ മുമ്പിലുള്ള സ്റ്റോക്ക് അമരരാജ ബാറ്ററീസ് ആണ്. ഇത് ഇൻഫാക്റ്റ് ഒരു ഷോർട്ട് ട്രേഡിനല്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, ഒരു ലോങ് ട്രേഡിനാണ്. അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് കൂടെ പറയാം. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡെഫിനറ്റ്ലി സെൽ ഓഫ് ചെയ്ത് ഈ ഒരു ലെവലിൽ എത്തിയതാണ്. ബട്ട് ഈ ഒരു ലെവൽ ഈ ഒരു സമയം വരും, അതായത് 4ാമത്തെ ദിവസവും ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. യെസ്, ഡെഫിനറ്റ്ലി പ്രോബബിലിറ്റി താഴേക്ക് വരാനാണ് കൂടുതൽ. ബട്ട് ഇൻ ദ സെൻസ് ഓഫ് റിസ്ക് റിവാർഡ് അറ്റ്ലീസ്റ്റ് ഒരു 50% പ്രോബബിലിറ്റിയിൽ നമുക്ക് ഇവിടുന്ന് മുകളിലേക്കൊരു മൂവ് നാളെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ലോജിക്കാണ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇതുപോലത്തെ സ്റ്റോക്സ് ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരാറില്ല. കാരണം ഇത് കുറച്ച് റിസ്കി ആയിട്ടുള്ള സ്റ്റോക്കും കൂടിയാണ്. കാരണം റിസ്കി ഇൻ ദ സെൻസ് ഈ ഒരു മൂവ്മെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് തന്നെ കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും. അതായത് ഇത്രയും നല്ല റെഡ് ക്യാൻഡിൽസ് വന്നതിന് ശേഷം ഇത് വീണ്ടും താഴേക്ക് വരില്ലേ? യെസ്, ഡെഫിനറ്റ്ലി ഇറ്റ് ക്യാൻ. അതുകൊണ്ട്
മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഏത് മൂവ്മെൻറ്റും നമ്മൾ റെഡി ആയിരിക്കണം. ഇതിൻ്റെ 15 മിനിറ്റ്സ് ചാർട്ടിൽ നമുക്ക് കണ്ടു നോക്കാം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഏരിയ ഇവിടെ ഇത് റെസിസ്റ്റൻസ് സപ്പോർട്ട് എടുത്തു, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, തേർഡ് ടൈം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ ഫോർത്ത് ടൈം ഇത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുമോ? യെസ്, വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടുന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ്, നല്ലൊരു ട്രേഡ് ഇവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ലോജിക്. ഇത് നമുക്ക് കാണാൻ ഇപ്പം ഒരു റേഞ്ച് ഏരിയയിലാണ് ഉള്ളത്. പക്ഷേ ഇതുപോലെ വെരി ഹെവി ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ കൺവിക്ഷൻ്റെ മുകളിലുള്ളൊരു ട്രേഡാണ്. സോ ലെവൽസ് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. ഗൈസ്, പിന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പലരും കംപ്ലൈൻറ്റ് പറയുന്നുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ട്രേഡർ ബ്രോ എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ പിക്ചർ അടക്കമുള്ള ഒരു പേജ് വരും, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.